ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓട്സ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ പാൻകേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിലും നമ്മുടെ ഡയറ്റിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ പാൻകേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഓട്സ്, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. പാൻകേക്ക് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും ടേസ്റ്റിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാറില്ല, ജസ്റ്റ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. പിന്നെ ഒരു അല്പം ഉപ്പ്, പിന്നെ കുറച്ച് ചോപ്ഡ് നട്ട്സ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാൽനട്ട്സും പെക്കാൻ നട്ട്സുമാണ്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് നമുക്ക് എടുക്കാം. ഈ നട്ട്സും ഓപ്ഷണലാണ്. പാൻകേക്ക് ഒന്നും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നട്ട്സ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് എണ്ണ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. ഇനി 2 പഴം, ചെറുപഴമാണ് എടുക്കുന്നതെങ്കിൽ 3-4 പഴം എടുക്കാം. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. എത്രത്തോളം പഴുത്തതാണോ അത്രയും നല്ലതാണ്. 2 മുട്ട. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് 1 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 2 പഴം ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി ഉപ്പ് 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച് മതിയാവും. ഇനി 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്ഷണലാണ്, ചേർക്കേണ്ട ആവശ്യമില്ല. പാൻകേക്ക് ഒന്ന് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കൺസിസ്റ്റൻസിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ നമ്മൾ നട്ട്സ് ചേർക്കുമ്പോൾ പാൻകേക്ക് ഒന്നും കൂടി ഹെൽത്തി ആവും. പാൻകേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഓവറായിട്ട് തിക്കാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ പാൻകേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി പാൻകേക്ക് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് അല്പം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ എണ്ണയാണ്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഓരോ സൈഡും 2 മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ കുക്കാവുന്നത് വരെ തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി കഴിയുമ്പോൾ നമ്മുടെ പാൻകേക്കിൻ്റെ കളറ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിരിക്കും. പാൻകേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻകേക്ക്സ് നമുക്ക് ചുട്ടെടുക്കാം. ലോ കാർബ് ഡയറ്റ് ഇരിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഓട്സ്. പിന്നെ നമ്മൾ ഈ പാൻകേക്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഷുഗറും ആഡ് ചെയ്യുന്നില്ല. പഴത്തിൽ നിന്നുമുള്ള നാച്ചുറൽ ഷുഗറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എഗ്ഗിൽ ഒരുപാട് പ്രോട്ടീനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി പാൻകേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.